ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ വീട്ടിൽ കുഞ്ഞിക്കാല് കാണാൻ വരുവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഗീതുവിൻ്റെ പുറകിലായിട്ടാണ് പ്രിയ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിയനെ നോക്കിക്കൊണ്ടാണ് ഗോവിന്ദ് പറയുന്നതെങ്കിലും ഗീതുവിനെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുകയാണ് ഗീതുവിനാണ് വിശേഷമുള്ളത് എന്നൊക്കെ വിചാരിക്കുവാണ്. അതിനുശേഷം ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്തിട്ട് അപ്പോൾ അയ്യപ്പൻ നായർ പറയും, എനിക്കിങ്ങനെ ഒന്ന് കുളിക്കണം, ഞാൻ കുളിക്കാനൊക്കെ പോവാം, എനിക്ക് കുറേ ഉറങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ അയ്യപ്പൻ നായരെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. എനിക്ക് സംസാരിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെയും പ്രശ്നം ഒക്കെ ആയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്കതെല്ലാം കൂടി ഇങ്ങനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ പറയും, മോനതൊന്നും ഓർത്ത് ടെൻഷനാണ് മോനെ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനിപ്പോൾ മോളുണ്ടല്ലോ എല്ലാത്തിനും. മോളിപ്പം മോന് സഹായമായിട്ട് അവളെല്ലാ പ്രശ്നങ്ങളും തീർത്തില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ഗീതുവിനോട് ഞാൻ എല്ലാം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ഗീതുവിനോട് എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്നൊക്കെ പറയുമ്പോൾ മോൻ അത് ചെന്ന് പറയാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദനോട്. അപ്പം ഗോവിന്ദൻ ഞാൻ എങ്ങനെ ചെന്ന് പറയും, അന്ന് മോൻ അത് ചെന്ന് പറയണം, അതിന് ഞങ്ങളെ എന്നെ കൂട്ടുപിടിക്കുകയല്ല വേണ്ട, ഒന്ന് പറയണം. അപ്പോൾ പറയും ഞാൻ എന്നാണെങ്കിലും ഒന്ന് പറയാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദ് പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതേസമയം ഇങ്ങനെ പ്രിയ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഗീതുവിനോട്, എനിക്ക് കുറേ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയും. അന്നേരം പറയും, ഞാൻ അങ്ങോട്ട് വരണോ, ഞാൻ നിനക്ക് സംസാരിക്കേണ്ട വീട്ടിലേക്ക് വരാം, നമുക്ക് ഇന്നിവിടെ ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും. അപ്പോൾ പറയാം, എനിക്ക് കാഞ്ചന പറയുന്നുണ്ട് അയ്യപ്പൻ നായർ വന്നു, ഇനി കൂടുതൽ അരി ഇടണമോ, ഇനി അത് ഭക്ഷണം ഉണ്ടാക്കുന്ന പാട് വരുമോ എന്നൊക്കെ പറയാൻ. അപ്പോൾ പറയും, എന്തിനാ അയ്യപ്പൻ നായരുടെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത്, കാരണം എന്തെങ്കിലും ഇച്ചിരി തൈരും ചോറും മതി, പിന്നെ ഒരു അച്ചാറും മതി എന്ന് പറയും. ഒരു അച്ചാറും എല്ലാം തീർന്നു, ഇനി കടയിൽ നിന്ന് മേടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറയും, അതൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇട്ടാൽ മതി, നാളെ മാങ്ങയുടെ അച്ചാർ എനിക്ക് രാവിലെ ഇവിടെ കാണണമെന്ന് പറയും. നല്ല മാങ്ങാച്ചാർ നല്ല ടേസ്റ്റാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും മാങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയയും പറയും, ശരിയാ മാങ്ങയുടെ കാര്യം പറയുമ്പോൾ എനിക്കും ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ തോന്നുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, നാളെ എന്തായാലും ഇവിടെ മാങ്ങാച്ചാർ ഇട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അവരുടെ രാധികാമ്മ വരുന്നത്. അപ്പോൾ രാധികാമ്മ വിചാരിക്കും, മാങ്ങയുടെയൊക്കെ കാര്യം പറയുന്നുള്ളൂ, ഇവർക്ക് വിശേഷമുണ്ട്, കുഞ്ഞുണ്ടെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഇവളൊന്നും പറയുന്നില്ല, വേണ്ട ഈ വീട്ടിലെ കാര്യസ്ഥ എന്നല്ലെങ്കിൽ ഞാനല്ലേ, എന്നിട്ട് എന്നോട് പറയാതെ അങ്ങനെ ഞാൻ ചെന്ന് ചോദിക്കുന്നത് ശരിയല്ല, ഞാൻ ചോദിക്കുന്നില്ല, അതിന് ഗോവിന്ദ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയട്ടെ, ബാക്കി കാര്യം എന്നാന്ന് എനിക്ക് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് കാണിക്കുന്നത്. ഇന്ന് എന്താണേലും എൻ്റെ മനസ്സ് ഗീതുവിൻ്റെ അടുത്ത് തുറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോവിന്ദ് പോകുന്നത്. അതേസമയം ഗീതുവിൻ്റെ ഒരു ഫോൺ വരുവാണ്. ഗീതുവിന് ഫോൺ വന്ന് ഗീതു ഫോൺ എടുക്കുവാണ്. ഗീതു ഫോൺ എടുത്ത് കഴിയുമ്പം ഗീതുവിനെ വിളിക്കുന്നത് വിജയലക്ഷ്മിയും രഞ്ജുവും കൂടിയാണ്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്ത് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ മോളെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിന്നോടൊരു താങ്ക്സ് പോലും പറയാൻ പറ്റില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അന്നേരപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാര്യങ്ങൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറയാം, നീ കാരണം ഇപ്പം ഞങ്ങൾക്ക് കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റി, ഇനി എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉള്ളൊരു ഇത്, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എനിക്ക് കാണണം, നീ എങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് നീ നിൻ്റെ മനസ്സ് തുറക്കണമെന്ന് പറയും. അപ്പം പറയും, ഞാനാണോ, ഞാൻ പറയത്തില്ല. അപ്പോൾ പറയും, ഞാൻ അങ്ങനെയൊക്കെ പറയണേന്ന് പറയും. നീ പറയണം, ഇല്ലെങ്കിൽ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, നാളെ നീ ഇങ്ങോട്ട് വരാനൊക്കെ പറയും. അപ്പോഴത്തേക്കും രഞ്ജുവും പറയും, ശരിയാ, അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നിങ്ങളിപ്പോൾ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് രഞ്ജുവിനോടും അവരുടെ അമ്മയോടും കൂടെ. എന്നിട്ട് ഗീതു പറയാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങനെ മനസ്സ് തുറക്കണ, ഗോവിന്ദേട്ടനൊരാണല്ലേ, നീ എൻ്റെ അടുത്ത് വേണമെങ്കിൽ പറയട്ടെ, ഇങ്ങോട്ട് വന്ന് പറയട്ടെ. അവർ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്, നീ കാര്യം പറയണം, എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കണം, അതെനിക്ക് ഒരു വലിയ ആഗ്രഹമാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും എന്നാൽ ശരിയെന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചിരിക്കും, നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും. അതേസമയം വിജയലക്ഷ്മിക്ക് ഒരു കോള് വരുവാണ്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയും, എനിക്ക് നാളെ പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതെന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറയുന്നു. അപ്പം രഞ്ജു പറയുന്നു, അമ്മ പാട്ടൊക്കെ പാടണം. പറയും, മനസ്സും സമാധാനത്തോടെ ഇരുന്നാലേ എനിക്ക് സംഗീതം വരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അമ്മ എന്താണേലും പാട്ടൊക്കെ പാടണം, ഗോവിന്ദായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും പറയും, ഇല്ല, നീ എൻ്റെ അടുത്ത് വന്നില്ലേ, അതുപോലെ ഗോവിന്ദ് എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് തോന്നണില്ല, ഗോവിന്ദ് എന്നെ മനസ്സിലാക്കുമെന്ന് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ പറയണത് രാധിക പറയുന്നതൊക്കെ കേട്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് മതി എൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട് രഞ്ജു.